Hi dears, it's me Anshi from MS Solution. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. അപ്പോൾ മക്കളെ 2025 ഓണം എക്സാമിന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ പക്കാ ഷുവർ ക്വസ്റ്റ്യൻ മക്കളെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താടാ? CH3 CH2 ഓലെ ഇവിടെ ഒരു ഓണ്ട് കാണുന്നുണ്ട്, പിന്നെ ഇവിടെ CH2 CH3 ഇങ്ങനെ രണ്ടൊരു കോമ്പൗണ്ട്സ് ഒരു ഹൈഡ്രോകാർബണിന്റെ ചെയിൻ തരും. ഇന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. നമുക്കറിയാം എന്തായാലും ചോദിക്കുന്നുള്ളൂ അല്ലേ? ഓക്കെ ഡൺ. രണ്ടാമത്തെ എന്താ? CH3 CH2 ബാക്കി ഇവിടെ ഇങ്ങനെ പോയിട്ട് എന്താ ഒരു OH കാണുന്നുണ്ട്. ഇവിടെ ആരാണുള്ളത്? OH ആണ്. ഓട്ടെ, എന്താ ക്വസ്റ്റ്യൻ? ഈ സംയുക്തങ്ങൾ ഏത് തരം ഐസോമറിസം ആണ് പ്രകടിപ്പിക്കുന്നത്? ഏത് ഐസോമറിസം? അപ്പൊ ഐസോമറിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യം ഉറപ്പിച്ചോളി. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സംയുക്തം ഇവിടെ ഒന്നാമത് കോമ്പൗണ്ട് 1ന്റെ മെറ്റാമറിന്റെ ഘടനാവാക്യം എഴുതുക, ഘടനാസൂത്രം എഴുതാൻ അഥവാ സ്ട്രക്ചർ വരച്ചു കൊടുക്കാൻ. സോ സിമ്പിൾ. ഫസ്റ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. CH3 CH2 ഇവിടെ ആരാണ്? ഏതാ ഇവിടെ ഫംഗ്ഷൻ ഗ്രൂപ്പ്? ഓ കണ്ടാൽ മക്കളെ മനസ്സിലാക്കി വെച്ചോളി. ഇത് ഏതാ ഫംഗ്ഷൻ ഗ്രൂപ്പ്? ആൽക്കോക്സി ആണ്. ഓ കണ്ടാൽ ഏതാടാ? ആൽക്കോക്സി. ഇവിടെ ആരാണ് വന്നത്? OH ആണ്. ഇതാരാ? ഹൈഡ്രോക്സിലാണ്. സെറ്റ് അല്ലേ? ഇത് ഹൈഡ്രോക്സിലാണ്. അപ്പൊ OH എന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്, ഹൈഡ്രോക്സിൽ ഉണ്ട്. ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആണ്. സോ ഈ ഐസോമർ ഏതേക്കാരടാ? ഫംഗ്ഷണൽ ഐസോമറേക്കാരം ഉത്തരം. സോ സിമ്പിൾ അല്ലേ? സെറ്റ് അല്ലേ? പക്ഷെ എന്ത് കണ്ടാലും നിങ്ങൾ ഐസോമർ എന്ന് കാണുമ്പോൾ തന്നെ മക്കളെ ഓർമ്മ ഉണ്ടായിക്കോട്ടെ മോളിക്യൂലാർ ഫോർമുല. ഐസോമർ എന്ന് കേട്ടാൽ തന്നെ ഓർമ്മ വേണം തന്മാത്രാ സൂത്രം. ഈ തന്മാത്രാ സൂത്രം സെയിം ആവണം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മാറിയാലേ ഐസോമർ ആവുള്ളൂ. അപ്പൊ ഒന്നാമത്തെ പഠിച്ചോ, ഇത് ഫംഗ്ഷണൽ ഐസോമർ ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ മക്കളെ സിമ്പിളാ. ഇതാണ് ഒന്നാമത്തെ കോമ്പൗണ്ട്. ഇയാളല്ലേ സെൻട്രൽ ആരുണ്ടാ? ഓ ഉണ്ട്, അഥവാ ഈതർ ലിങ്കേജ് ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്താൽ മതി? മെറ്റാമർ എന്ന് പറഞ്ഞാൽ മക്കളെ സിമ്പിൾ ആണ്. സെൻട്രൽ ഓ ഉണ്ടാവും, അതിന്റെ അപ്പുറത്ത് ഇവിടെ എത്ര ആൾക്കാരുണ്ടാ? 1 2. ഇവിടെ എത്ര ആളുണ്ട്? 1 2. മെറ്റാമർ വരക്കാൻ പറഞ്ഞാൽ ഒരാളെ ഇവിടുന്ന് പിടിച്ചിട്ട് ഇപ്പുറത്തേക്കാണ് ഇട്ട് കൊടുത്താൽ മതി. സോ സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഇവന്റെ ഉത്തരം എന്താ? അവിടെ ഒന്ന് നോക്കിക്കോ, ഇവന്റെ ഉത്തരം സിമ്പിൾ അല്ലേ? ഇതാ എവിടെ ഇതാണ് ഉത്തരം വരിക. CH2 അതായത് ഒരു സൈഡിൽ ഒരാളായി, അപ്പുറത്തെ സൈഡിൽ എന്തായിടാ? 1 2 3 ടോട്ടൽ 3 ആയി. ആകെ കാർബൺ എന്നാൽ 4 തന്നെയാണ്. മോളിക്കുലാർ ഫോർമുല രണ്ടോടത്തും സെയിം തന്നെയാണ്. അപ്പൊ ഇത്രയുള്ള സംഭവം. മെറ്റാമർ വരക്കാൻ പറഞ്ഞാൽ സെന്ററിൽ ഓ ഉണ്ടാവും, ഒരാള് ഇപ്പുറത്ത് രണ്ടാള്, ഇപ്പുറത്ത് രണ്ടാള്. മെറ്റാമറിന്റെ സ്ട്രക്ചർ വരക്കാൻ പറഞ്ഞാൽ ഇവിടുന്ന് ഒരാൾ നേരെ തൂക്കി പിടിക്കുന്നു, ഇപ്പുറത്ത് കൊണ്ടിട്ട് പ്ലേസ് ചെയ്യുന്നു. സോ സിമ്പിൾ. ഇതാണ് മെറ്റാമർ. ഡൺ ആണല്ലോ. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? ഇത് നോക്കണം. രണ്ട് സംയുക്തങ്ങളിൽ തന്മാത്രാ സൂത്രവാക്യം നിന്നുണ്ട്. എന്താടാ? ദ molecular formula of two compounds are given below. Draw their structure. സ്ട്രക്ചർ വരക്കാനാണ് വീണ്ടും പറഞ്ഞത്. ഇത് പഠിച്ചു പോകണം. അഥവാ ആരോമാറ്റിക് സംയുക്തങ്ങൾ, ആരോമാറ്റിക് കോമ്പൗണ്ട് പഠിക്കാതെ പോവരുത്. മൂന്നാളെ പഠിക്കാനുള്ളൂ. ഒന്ന് ബെൻസീന്, ഫിനോള്, ബെൻസോയിക് ആസിഡ്. ഒന്നാമത്തെ എന്താ? C6H5OH. OH കണ്ടാൽ മക്കളെ മനസ്സിലാക്കിക്കോളി, ഓള് വരണം. ഈ ഓള് വന്നത് ആകെ ഒറ്റ ഒന്നേ പഠിക്കാനുള്ളൂ അല്ലെ? ഇനി C6H5COOH. COH വന്നാൽ എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? ഓയിക് ആസിഡ് ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ തന്നെ പേര് കിട്ടി. ഓള് വന്നാൽ ഇവന്റെ പേരെന്താ വരിക? ഫിനോൾ ആണ്. അഥവാ ആരോമാറ്റിക് കോമ്പൗണ്ടിൽ OH വരുമ്പോൾ എന്തുണ്ടാ? ഫിനോള്. ഓയിക് ആസിഡ് വന്നാൽ ഇവന്റെ പേരെന്താടാ? ബെൻസോയിക് ആസിഡ് ആണ്. ഇവിടുന്ന് പഠിക്കണം, ഇത് പഠിക്കട്ടോ. ബെൻസോയിക് ആസിഡ്. ഇതിന്റെ സ്ട്രക്ചർ ആണ് വരക്കാൻ പറഞ്ഞത് സർ. പേര് നമുക്ക് വേണ്ട, രണ്ടും പഠിച്ചു വെച്ചോളാം. സ്ട്രക്ചർ വരക്കാൻ പറഞ്ഞാൽ സിമ്പിൾ ആടാ. ഒരു ഹൈഡ്രജൻ ഒഴിവാക്കിയിട്ട് ബാക്കി എന്ത് ചെയ്താൽ മതി? O വെച്ച് കൊടുത്താൽ മതി, ഒരു OH വെച്ച് കൊടുത്താൽ മതി. ഇവൻ ആരായടാ? ഫിനോളായി. സോ സിമ്പിൾ. ഇനി സർ ഇവൻ എങ്ങനെ നമ്മൾ ബെൻസോയിക് ആസിഡ് ആക്കി മാറ്റാ? ബാക്കി ഫുൾ 5 തന്നെ അല്ലേ? ഓരോരോ കാർബണിനും ഹൈഡ്രജൻ ഉണ്ട്, ഹൈഡ്രജൻ 5 ഉണ്ട്. ബാക്കി ഇവിടെ ആരാ വന്നത്? COOH വന്നു. അവന്റെ പേരെന്താ? ബെൻസോയിക് ആസിഡ് ആണ്. സെറ്റ് ആണ്. സെറ്റ് അല്ലേ? അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? താഴെ പറയുന്നവയിൽ ഏത് സാഹചര്യത്തിലാണ് മീത്തൈന് ക്ലോറോ മീത്തൈൻ ആയിട്ട് മാറുക? മീതൈൻ എന്നുള്ളൊരു കോമ്പൗണ്ട് ക്ലോറോ മീത്തൈൻ ആയിട്ട് മാറുകയാണ്. സോ സിമ്പിൾ. അവിടെ നിന്ന് തന്നെ പഠിക്കണം. എവിടെടാ? എന്താ? മീത്തൈൻ എന്തായി മാറാണ്? ക്ലോറോ മീത്തൈൻ ആയിട്ട് മാറാണ്. ഇവിടെ ഏതാ ഓപ്ഷൻസ് ഉണ്ട്? 1 2 3 4 5 എന്തൊക്കെയാ ഓപ്ഷൻസ് ഉണ്ട്? വളരെ സിമ്പിൾ ഓപ്ഷൻസ്. ഒന്ന് നോക്കിക്കോ. ഒന്നാമത്തെ ഓപ്ഷൻ ക്ലോറിൻ പ്ലസ് സൺലൈറ്റ്. ക്ലോറിനും സൺലൈറ്റും അഥവാ സൂര്യപ്രകാശവും. രണ്ടാമത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് സൺലൈറ്റ്. ഹൈഡ്രോക്ലോറിക് ആസിഡും സൺലൈറ്റും സൂര്യപ്രകാശം. ഓക്സിജൻ ആൻഡ് ടെമ്പറേച്ചർ. ഓക്സിജനും ചൂടും കൊടുക്കണം. അടുത്തത് ഹീറ്റിംഗ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. രണ്ടാമത്തെ റൈറ്റ് ദ നെയിം ഓഫ് സ്ട്രക്ചർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണത്. ഇതിൽ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എന്താ കൂടി ചേർന്നാൽ മീഥേൻ ക്ലോറോ മീഥേനായി മാറാന്നുള്ള പഠിച്ചു വെച്ചോ. ആദേശ രാസപ്രവർത്തനം ചോദിക്കും. അഥവാ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ സിമ്പിൾ ആണ്. സെറ്റ് അല്ലേ? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ചോദിച്ചാൽ നടക്കൽ ആരൊക്കെ അറിയാം? ക്ലോറിനും സൺലൈറ്റും അഥവാ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന സംഭവമാണ് നമ്മളെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓർമ്മയിൽ വെച്ചോ, ചോദിച്ചിരിക്കും. ഡണ്ണല്ല. അങ്ങനെ ഇതിന്റെ ഉത്തരം എന്താണ്? ക്ലോറിൻ പ്ലസ് സൺലൈറ്റ് വരും. ഈ റിയാക്ഷന്റെ പേരെന്താ ചോദിച്ചാൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. നല്ല പഠിക്കാതെ പോകരുത്, ഇത് ചോദിച്ചിരിക്കും. സെറ്റ് അല്ലേ? സൺലൈറ്റും ക്ലോറിനും കൂടി ചെയ്യുന്നത് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കിട്ടുന്നുള്ളത് ഓർമ്മ ഉണ്ടാവും.
അങ്ങനെ അഡിഷൻ റിയാക്ഷൻ ചോദിച്ചാൽ നിക്കലാണ് ഉണ്ടാവുക. അഡിഷൻ റിയാക്ഷനിൽ ആരെ പൊട്ടിക്കാൻ ചോദിച്ചാൽ അടിച്ച് പൊട്ടിക്കണം എന്ന് നമുക്കറിയാം. അഡിഷൻ റിയാക്ഷൻ ചോദിച്ചാൽ അടിക്കണം പൊട്ടിക്കണം. ആരെ വെച്ച് അടിക്കുക? നിക്കലിനെ വെച്ചിട്ട് അടിക്കുക. സോ സിമ്പിൾ. ഇത്ര ഉള്ള സംഭവം. സെറ്റ് ആണല്ലോ മക്കളെ? അങ്ങനെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. എത്തനോൾ വ്യാവസായികമായി നിർമ്മിക്കുന്നത് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എഥനോൾ. പഠിക്കണം. മൊളാസസ്, ഈസ്റ്റ്, എൻസൈം എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, പഠിച്ചോളണം. ഓക്കെ ഡൺ. വ്യാവസായികമായ ആവശ്യങ്ങൾക്കായി വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു തരം ആൽക്കഹോൾ ആണ്. ആൽക്കഹോൾ ആണ് നമുക്ക് എഥനോൾ എന്ന് അറിയില്ലേ. CH3COO. ഇത് എഥനോളിക് ആസിഡ് അല്ലേ? എവിടാ? CH3CH2OH എത്തനോള്. ഇവനുണ്ടാവാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്? നോക്കിപ്പോണേ. എന്താ റെക്ടിഫൈഡ് സ്പിരിറ്റ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റെക്ടിഫൈഡ് സ്പിരിറ്റും ആബ്സല്യൂട്ട് ആൽക്കഹോളും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഹൗ ഡസ് റെക്ടിഫൈഡ് സ്പിരിറ്റ് ഡിഫറൻസ് ഫ്രം ആബ്സല്യൂട്ട് ആൽക്കഹോൾ? അഥവാ റെക്ടിഫൈഡ് സ്പിരിറ്റും ആബ്സല്യൂട്ട് ആൽക്കഹോളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എടാ ഇത് വളരെ സിമ്പിൾ. ആ റേഷ്യോ, ന്യൂമറിക്കൽ റേഷ്യോ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഒന്ന് നോക്കണം. സിമ്പിൾ അല്ലേ? വാഷിനെ ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ ചെയ്താൽ, അപ്പൊ വാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? 8 to 10% എഥനോളിനെ പറഞ്ഞ പേരാ വാഷ്. ഈ വാഷിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്താൽ എന്നിട്ടാ 95.6% എഥനോളിന് കിട്ടും. ഒറ്റ ന്യൂമറിക്കൽ പഠിച്ചാൽ മതി. 95.6% എഥനോളിനെ പറഞ്ഞ പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. അപ്പൊ ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്താണ് സർ? 100% എഥനോളിനെ പറഞ്ഞ പേരാണ് ആബ്സല്യൂട്ട് ആൽക്കഹോൾ. സോ സിമ്പിൾ. എന്താണ് 95 ആബ്സല്യൂട്ട് റെക്ടിഫൈഡ് സ്പിരിറ്റ് ആണ്, 99% ആൽക്കഹോൾ ഈസ് ആബ്സല്യൂട്ട് ആൽക്കഹോൾ. അല്ലെങ്കിൽ ഇവൻ എന്താണ് 100% എഥനോളിനെ പറഞ്ഞ പേരാണ് ആബ്സല്യൂട്ട് ആൽക്കഹോൾ. സോ സിമ്പിൾ. ഇതാണ് ഇതിന്റെ വ്യത്യാസം. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ. കുറച്ച് സവിശേഷതകൾ നൽകിയിരിക്കുന്നു. NaLe എന്നിവ കാണുക. മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് NaLe വാല്യൂസ് കാണുക എന്ന് പറഞ്ഞാൽ. N എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. നമുക്കറിയാം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. L എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? L എന്ന് പറഞ്ഞാൽ അസിമുതൽ ക്വാണ്ടം നമ്പർ ആണ് സർ. ഇത് നമുക്കറിയാം അസിമുതൽ ക്വാണ്ടം നമ്പർ. ഇത് ചോദിക്കടാ. ഇത് ചോദിക്കാനാണ് ചാൻസ് കാണുന്നത് മക്കളെ. അപ്പൊ നമ്മൾ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ട് നോക്കിക്കോ. താഴെ തന്നെ കുറച്ച് ആൾക്കാർ 2s ആണ്, 4p ആണ്, 3d, 5f. അതായത് സബ് ഷെല്ലും ഷെല്ലും ഇവിടെ ഉണ്ട്. രണ്ടാമത്തെ ഷെല്ലാണ് S സബ് ഷെല്ലാണ്. സോ സിമ്പിൾ. ഇത് കാണാൻ പറഞ്ഞു. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? N എന്ന് പറഞ്ഞാൽ N1 is equal to K എന്നായിരിക്കും. അതായത് ഷെല്ലുകളെ പ്രതിനിധീകരിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? N അഥവാ നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ യൂസ് ചെയ്യുക. അപ്പൊ N is equal to 1 എന്ന് പറഞ്ഞാൽ K ആണ്, N is equal to 2 എന്ന് പറഞ്ഞാൽ L ആണ്, N is equal to 3 എന്ന് പറഞ്ഞാലോ M ആണ്, N is equal to 4 എന്ന് പറഞ്ഞാലോ N ആണ് സർ. ഇത് ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളെ 1 2 3 4 എന്ന് പറഞ്ഞാൽ. അപ്പൊ ഏതൊക്കെ ഷെല്ല് എന്നുള്ളത് കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ L കാണാൻ പറഞ്ഞ മക്കളെ L is equal to 0 എന്ന് പറഞ്ഞാൽ S ആണ്. പഠിച്ചു വെച്ചോളി. L സ്റ്റാർട്ട് ചെയ്യല് 0 എന്നാ. L is equal to 1 എന്ന് പറഞ്ഞാൽ P ആണ്. L is equal to 2 എന്ന് പറഞ്ഞാൽ D യും. പഠിക്കണേ. L is equal to 3 എന്ന് പറഞ്ഞാലോ F ഉം. ഇതങ്ങോട്ട് പഠിച്ചു വെച്ചോ. അപ്പൊ ബാക്കി എല്ലാം കിട്ടും. അങ്ങനെ ഇതിന്റെ ഉത്തരം പെട്ടെന്ന് നോക്കടാ. 2s ന്റെ N ഞാൻ പറഞ്ഞു 2 ആണ്. നമ്മൾ ക്വാണ്ടം നമ്പർ തന്നെ പറഞ്ഞില്ലേ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പറഞ്ഞപ്പോ പറഞ്ഞു 2 അല്ലേ? N is equal to 2 ആണെങ്കിൽ എന്താണ്? N ഇവിടെ 2 കാണുന്നുണ്ട്. അപ്പൊ N എന്താ? 2 ആണ്. ഇനി S ന്റെ L എത്രയെന്നാ ചോദിച്ചത്? നമ്മൾ L is equal to 0 എന്ന് പറഞ്ഞാൽ S ആണെന്ന് പഠിച്ചു. അപ്പൊ L എത്രയാടാ? 0 ആണ്. സെറ്റ് അല്ലേ? L 0 ആണ്. അടുത്ത എന്താടാ? 4 ആണ് ഇവിടെ ഉള്ളത്. ഈ 4 എന്ന് പറയുമ്പോൾ N എത്ര വരും? N is equal to 4 വരും. L എത്ര? P ന്റെ L എത്ര എന്ന് ചോദിച്ചത്? L is equal to 1 എന്ന് പറഞ്ഞാൽ P ആ. L is equal to 2 എന്ന് പറഞ്ഞാൽ D ആ. L is equal to 3 എന്ന് പറഞ്ഞാൽ F ആ. ഇനി ഇതിമ്മ നീ ഉത്തരം കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഉത്തരം സിമ്പിൾ ആയിട്ട് കിട്ടൂലേ? വല്ല ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ ഇത് പഠിക്കാതെ പോവല്ലേ? സെറ്റ് ആണല്ലോ. അങ്ങനെ മക്കളെ എങ്ങനെയാണ് ക്ലാസ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.